നമസ്കാരം. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, അതായത് 1725-നും 1795-നും ഇടയിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കല്ലേക്കുളങ്ങര രാഘവ പിഷാരടി രചിച്ച രാവണോത്ഭവം എന്ന ആട്ടക്കഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പാലക്കാട് അകത്തേത്തറ ദേശത്ത് ജനിച്ച രാഘവ പിഷാരടി അവിടുത്തെ രാജാവായിരുന്ന ഇട്ടിക്കോമ്പി അച്ഛൻ്റെ സദസ്യനായിരുന്നു. വലിയ പണ്ഡിതനായിരുന്ന അദ്ദേഹം സ്വന്തമായിട്ടൊരു വിദ്യാലയമൊക്കെ നടത്തിയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എഴുത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നതായിട്ടും കേട്ടിട്ടുണ്ട്. അങ്ങനെ രാജാവിൻ്റെ സദസ്യനായിരിക്കെ ഹൈദരലിയുടെ ആക്രമണ കാലഘട്ടത്തിൽ അന്നത്തെ രാജാവായിരുന്ന ഇട്ടിക്കോമ്പി അച്ഛൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ പുതിയ രാജാവുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ലായിരുന്ന രാഘവ പിഷാരടി പാലക്കാട് വിട്ട് കൊച്ചിയിലെത്തി വീരകേരളവർമ്മയുടെ സദസ്യനായി മാറുകയാണ്. അങ്ങനെ വീരകേരളവർമ്മയുടെ സദസ്യനായിരിക്കുന്ന അവസരത്തിലാണ് രാവണോത്ഭവം എന്ന കഥ രചിക്കുന്നത്. ഒരുപക്ഷെ കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമായണ കഥകളിൽ അല്ലെങ്കിൽ അതിനുശേഷം രാവണനെ നായകസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് രചിക്കപ്പെട്ട ആദ്യത്തെ ആട്ടകഥയായിരിക്കാം രാവണോത്ഭവം. കൊട്ടാരക്കര തമ്പുരാൻ രാവണനെ നായകസ്ഥാനത്ത് നിർത്തിയെന്നല്ല, കൊട്ടാരക്കര തമ്പുരാൻ്റെ കഥകളിൽ രാവണൻ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ത്വരണത്വത്തിലും ബാലിവധത്തിലും പ്രധാനമായിട്ടും 2 രാവണന്മാർ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു രാവണ കഥയായിട്ട് രചിക്കപ്പെട്ട ആദ്യത്തെ നാട്ടകഥ രാവണോത്ഭവമായിരിക്കും. ഉത്തര രാമായണത്തിലെ രാക്ഷസോൽപത്തി, രാവണോത്ഭവം എന്നീ ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ആദ്യത്തെ 10-12 സർഗങ്ങളിലായിട്ടാണ് കല്ലേക്കുളങ്ങര രാഘവ പിഷാരടിയുടെ രാവണോത്ഭവത്തിൻ്റെ മൂലകഥ പരന്നു കിടക്കുന്നത്. പട്ടാഭിഷേകത്തിന് ശേഷം ശ്രീരാമചന്ദ്രനെ സന്ദർശിക്കുന്ന അഗസ്ത്യമുനിയിൽ നിന്ന് രാവണൻ്റെ ചരിത്രവും രാക്ഷസകുലത്തിൻ്റെ ചരിത്രവും ശ്രീരാമചന്ദ്രൻ കേൾക്കുന്ന ഭാഗമാണ് ഈ പ്രതിപാദിച്ച സർഗങ്ങൾ. ഈ രാക്ഷസോൽപത്തി അങ്ങനെ തന്നെ മുഴുവനായും രാവണോത്ഭവത്തിൽ വരുന്നില്ല എങ്കിൽ പോലും അതിലെ പ്രധാനപ്പെട്ട പല ഘടകങ്ങളും അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും രാവണോത്ഭവത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാവണൻ്റെ ജനനം മാത്രമല്ല. ഈ ഉത്തരരാമായണത്തിലെ ഈ ഭാഗത്ത് മാത്രമല്ല ഈ കഥ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റു പല ഗ്രന്ഥങ്ങളിലും ഇത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. പത്മപുരാണത്തിൻ്റെ ഉത്തരഭാഗത്ത് ശ്രീപരമേശ്വരൻ ശ്രീപാർവതിയോട് സംവദിക്കുന്ന ഒരവസരത്തിൽ ഈ ഭാഗം പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രാക്ഷസോൽപത്തി എന്ന മേൽപ്പത്തൂരിൻ്റെ പ്രബന്ധത്തിൽ, കൂത്തു പറയാനൊക്കെ ഉപയോഗിക്കുന്ന മേൽപ്പത്തൂരിൻ്റെ പ്രബന്ധത്തിൽ ഈ രാവണൻ്റെ ജനനവും അതുപോലെ തന്നെ രാവണൻ തപസ് അനുഷ്ഠിക്കുന്ന കാര്യങ്ങളുമെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് ഈ രാവണോത്ഭവത്തിൽ പറയുന്ന കഥകളൊക്കെ. ഇത് മാത്രമല്ല, പുനൻ നമ്പൂതിരിയുടെ രാമായണം ചമ്പൂല് രാവണോത്ഭവം
പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. രാവണോത്ഭവം എന്ന രീതിയിൽ തന്നെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ബാലകാണ്ഡത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഇത് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. പ്രൊഫസർ ഈശ്വരനുണ്ണി, കലാമണ്ഡലം ഈശ്വരനുണ്ണി, പ്രസിദ്ധ മിഴാവ് കലാകാരനായിട്ടുള്ള പ്രൊഫസർ കലാമണ്ഡലം ഈശ്വരനുണ്ണി, പാണിവാദരത്നം ഈശ്വരനുണ്ണി ആശാൻ്റെ അദ്ദേഹം വ്യാഖ്യാനം എഴുതിയ രാക്ഷസോൽപ്പത്തി, മേൽപ്പത്തൂരിൻ്റെ രാക്ഷസോൽപ്പത്തി പ്രബന്ധത്തിൽ അദ്ദേഹം പരാമർശിക്കുന്ന വേറൊരു കാര്യമുള്ളത് ശിശുപാലവധം എന്ന പ്രബന്ധത്തിലും ഇത് പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമ്മന്നൂർ കുട്ടൻ ചാക്യാരെ, പരമേശ്വര ചാക്യാരെ കോട്ട് ചെയ്തുകൊണ്ടാണത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പലയിടത്തും ഈ രാവണൻ്റെ ജനനം, രാക്ഷസന്മാരുടെ ഉൽപ്പത്തി പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. കൂത്തിൽ ഈ പറഞ്ഞ രാക്ഷസോൽപ്പത്തി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ രാവണോത്ഭവം ആട്ടക്കഥയെക്കുറിച്ച് പറയുമ്പോൾ രാക്ഷസോൽപ്പത്തിയെക്കുറിച്ച് കൂടി ഒന്ന് പ്രതിപാദിച്ചു പോകാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ചുരുക്കി രാക്ഷസോൽപ്പത്തി ഒരുപാട് കഥകളും ഉപകഥകളും ഒക്കെ ഉള്ള ഒരു ആഖ്യാനമാണ്. അപ്പോൾ അതിലെല്ലാം പറയുന്നില്ല, അതും പറ്റുമെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ടിടാം. എങ്കിലും ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി രാക്ഷസോൽപ്പത്തി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് രാവണോത്ഭവത്തിലേക്ക് കയറാം. രാക്ഷസകുലം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് രാക്ഷസോൽപ്പത്തിയുടെ ചുരുക്കം. ബ്രഹ്മാവിൽ നിന്നാണ് മറ്റേതൊരു കുലത്തെയും പോലെ രാക്ഷസകുലവും തുടങ്ങുന്നത്. ബ്രഹ്മാവിൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് ഹേതി, പ്രഹേതി എന്നിങ്ങനെ 2 രാക്ഷസന്മാരുണ്ടായി എന്നാണ് ഐതിഹ്യം. മറ്റു പല ഐതിഹ്യങ്ങളും ഉണ്ട്. ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിനിടയിൽ വിശന്നപ്പോൾ ക്രോധവും വിശപ്പും അതിൽ നിന്നാണ് ഉണ്ടായത് എന്നൊക്കെയുള്ള പല വ്യാഖ്യാനങ്ങളുമുണ്ട്. എങ്കിലും ഹേതിയും പ്രഹേതിയുമാണ് ആദ്യത്തെ രാക്ഷസന്മാർ. 2 പേരും ബ്രഹ്മാവിൽ നിന്നാണ് ഉണ്ടായത്. എന്നാൽ അതിലെ പ്രഹേതി ഒരു ഭക്തിയുടെ മാർഗത്തിലേക്കും ഒക്കെ പോയിട്ട് ബ്രഹ്മചര്യമനുഷ്ഠിച്ച് അദ്ദേഹം തപസ്സിനായിട്ട് പോയി. എന്നാൽ ഹേതിയാകട്ടെ ദക്ഷപ്രജാപതിയുടെ മകളായ ഭയയെ വിവാഹം ചെയ്തു എന്നാണ് ഐതിഹ്യം. അത് യമ സോദരിയായിട്ടുള്ള ഭയ എന്നും പ്രതിപാദിച്ച് കാണുന്നുണ്ട്. ഏതായാലും ഭയയെ വിവാഹം ചെയ്ത് ആ വിവാഹത്തിൽ വിദ്യുത്കേശൻ എന്ന ഒരു പുത്രനുണ്ടായി. ആ വിദ്യുത്കേശൻ സാലകടങ്കട എന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിൽ സുകേശൻ എന്ന ഒരു മകൻ ജനിക്കുകയും ചെയ്തു. ഇവിടെ മറ്റൊരു കഥയുണ്ട്, അതും കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞു പോകാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ശാഖാചംക്രമണം എന്ന് പറയുന്നത് പോലെ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടുന്നത് പോലെയാണ് നമ്മൾ ഇത്തരം പുരാണ കഥകൾ പറയാൻ തുടങ്ങിയാൽ. എപ്പോഴും ഒരു കൊമ്പിൽ നിന്ന് മറ്റു കൊമ്പിൽ ചാടിപ്പോയി ഒടുവിൽ എവിടെ നിന്നും തുടങ്ങി എന്ന് പോലും മറന്നു പോകുന്ന, അത് കൂടിയാട്ടത്തെക്കുറിച്ച് പറയുന്നതാണ്. സുധാഗോപാലകൃഷ്ണൻ ഉപയോഗിച്ച ഒരു വാചകമാണ് ശാഖാചംക്രമണം. കൂടിയാട്ടവും അങ്ങനെ തന്നെയാണ്. കഥ ആഖ്യാനത്തിൽ നിന്ന് ആഖ്യാനം അങ്ങനെ പോയി ഒടുവിൽ തായ്തടിയിൽ തിരിച്ചെത്തുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ സുകേശൻ ജനിച്ച ഉടൻ തന്നെ അച്ഛനും അമ്മയും
സുകേശനെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു. അവരുടെ സ്വൈര്യവിഹാരത്തിന് ഒരു പുത്രൻ തടസ്സമാകും എന്ന് കണ്ട് അവർ ഉപേക്ഷിച്ചു പോയി. എന്നാൽ ആ സമയത്ത് ഭഗവാൻ ശ്രീ പരമേശ്വരനും ദേവി ശ്രീപാർവതിയും വിനോദത്തിനായി വേഷം മാറി കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ശ്രീ പരമേശ്വരനും ശ്രീപാർവതിയും ആ കരച്ചിൽ കേട്ട ദിക്കിലെത്തി. അപ്പോൾ മാത്രം ജനിച്ച ഒരു കുട്ടിയെ കണ്ട്, വിശന്ന് കരയുന്ന കുട്ടിയെ കണ്ട് ശ്രീപാർവതി എടുത്ത് ലാളിക്കുകയും അതിൻ്റെ വിശപ്പടക്കുകയും ചെയ്തു. എന്നാൽ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നാലോചിച്ച ഭഗവാന് മനസ്സിലായ കാര്യം, ഇത് ഇനിയും സംഭവിക്കാം. സ്വന്തം സ്വൈര്യവിഹാരത്തിന് തടസ്സമാകുമെന്ന് കണ്ടിട്ട് ഗർഭത്തിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജനിച്ച ഉടനെയോ തന്നെയോ ചിലപ്പോൾ ഈ കുട്ടിയെ തന്നെ രാക്ഷസന്മാർ കൊന്നുകളയാം എന്നുള്ള ചിന്ത വന്നിട്ട് ശ്രീപരമേശ്വരനും ശ്രീപാർവതിയും രാക്ഷസകുലത്തിന് 2 വരങ്ങൾ നൽകി. ഒരു രാക്ഷസൻ ജനിച്ചാൽ അല്ലെങ്കിൽ ഒരു രാക്ഷസി ജനിച്ചാൽ നാഴികകൾക്കുള്ളിൽ തന്നെ സ്വയം ജീവിക്കാൻ കഴിയും വിധം അവർ വളർന്ന് യൗവനയുക്തരാകട്ടെ എന്ന് ശ്രീപരമേശ്വരനും, ഗർഭത്തിലിരിക്കുമ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് വരുത്തിയെങ്കിലോ എന്ന് കരുതി ഗർഭം ധരിച്ചാൽ ഉടൻ തന്നെ നാഴികകൾക്കുള്ളിൽ തന്നെ ഗർഭം പൂർണ്ണമായി പ്രസവിക്കട്ടെ എന്ന് ശ്രീപാർവതിയും വരം നൽകി. അങ്ങനെ സുകേശനെ ശ്രീപരമേശ്വരനും ശ്രീപാർവതിയും അവിടെ നിന്ന് രക്ഷിക്കുക വഴി സുകേശൻ നല്ലൊരു ശിവഭക്തനായിട്ട് മാറി. അങ്ങനെ ശിവഭക്തനായ അവിടെ നിന്നാണ് രാവണൻ്റെ ശിവഭക്തി ഒക്കെ ഒരുപക്ഷെ അതിൻ്റെയൊക്കെ പാരമ്പര്യം സുകേശൻ്റെ ശിവഭക്തിയാകാം. രാവണൻ വലിയ ശിവഭക്തനായിരുന്നല്ലോ. ആ സുകേശൻ വേദവതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അതിൽ 3 കുട്ടികൾ ഉണ്ടായി. മാലി, സുമാലി, മാല്യവാൻ, 3 രാക്ഷസന്മാരുണ്ടായി. ഈ 3 രാക്ഷസന്മാരും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങൾ നേടി പ്രതാപികളായി അവർ ദേവശില്പിയായ വിശ്വകർമാവിനെ കൊണ്ട് ദക്ഷിണ സമുദ്രത്തിൽ കിടക്കുന്ന ത്രികുട പർവ്വതത്തിൽ അല്ലെങ്കിൽ ആ കൊടുമുടിയുടെ മുകളിൽ ഒരു രാജധാനി പണിയിപ്പിച്ചു. അതാണ് ലങ്ക. എന്നിട്ട് അവിടെ ലോകം മുഴുവനുള്ള രാക്ഷസന്മാരെ എല്ലാം അവിടെ കൊണ്ടുവന്ന് ആദ്യത്തെ രാക്ഷസ രാജ്യം സ്ഥാപിച്ചു. ഈ മാലി, സുമാലി, മാല്യവാന്മാർ അങ്ങനെ വരമൊക്കെ നേടി അഹങ്കാരികളായി മാറി. ഇവരുടെ ശല്യം തീരെ സഹിക്കാൻ വയ്യാതെ നാരദൻ, അങ്ങനെയാണല്ലോ, നാരദനാണല്ലോ ഈ ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ ചെന്ന് ദേവലോകത്ത് ചെന്ന് പറയുകയും അതിന് പ്രതിവിധി കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ജനങ്ങളുടെ താപസന്മാരുടെയും മഹർഷികളുടെയും ഒക്കെ പരാതി കേട്ടിട്ട് നാരദൻ ദേവേന്ദ്രനോട് ചെന്ന് പരാതി പറയുകയും ദേവേന്ദ്രനുമൊത്ത് ഭഗവാൻ ശ്രീനാരായണൻ്റെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞപ്പോൾ ഞാനതിന് പരിഹാരം കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞവരെ മടക്കി അയച്ചു. അതിനുശേഷം നാരദൻ മാലി, സുമാലി, മാല്യവാന്മാരുടെ അടുത്ത് ചെന്ന് അവരെ പിരികേറ്റി ദേവലോകം ആക്രമിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ബ്രഹ്മാവിൽ നിന്ന് വരങ്ങൾ നേടി അതോടൊപ്പം തന്നെ സർവപ്രതാപത്തോടുകൂടി കഴിയുന്ന അഹങ്കാരികളായി മാറിയ ഈ 3 പേരും സ്വർഗത്തിലേക്ക് പടനയിച്ചു. അവിടെ നടന്ന യുദ്ധത്തിൽ ഭഗവാൻ ശ്രീനാരായണൻ ഇതിൽ മാലിയെ
വധിച്ചു. മാലിയെ വധിച്ചതോടുകൂടി ഭയപ്പെട്ട മാല്യവാനും സുമാലിയും ഓടി പാതാളത്തിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ പാതാളത്തിൽ അഭയം പ്രാപിച്ച ഇവർ ലങ്ക ഉപേക്ഷിച്ചാണ് ഓടിപ്പോകുന്നത്. അങ്ങനെ ലങ്കാനാഥമായി. ഈ സമയം പുലസ്ത്യ മഹർഷിയുടെ മകനായ വിസ്രവസ്, ആ വിസ്രവസിൻ്റെ ഭാര്യയായിട്ട് ഭരദ്വാജമുനിയുടെ മകളായ ഇളാബിള, പല പേരുകൾ പറയുന്നുണ്ട്, പല പ്രൊനൗൺസിയേഷൻ തന്നെയുണ്ട്. ഇളാബിള എന്നാണ്, ഇലബില എന്നും ഇളാബില എന്നും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് പ്രശ്നമല്ല. ഏതായാലും ഇളാബിള, വിസ്രവസ് ഇളാബിളയെ വിവാഹം കഴിക്കുകയും അതിൽ വൈശ്രവണൻ എന്ന മകനുണ്ടാവുകയും ചെയ്തു. ഈ വൈശ്രവണനാണ് പിന്നീട് കുബേരനായി മാറിയത്. അങ്ങനെ വിസ്രവസ് തൻ്റെ മകനായ വൈശ്രവണനോട് ലങ്കയിൽ പോയി താമസിക്കുവാനും അവിടെ നിന്ന് തപസ് ചെയ്ത് വരങ്ങളൊക്കെ നേടുവാനും ഉപദേശിച്ചു. അങ്ങനെ പോയ വൈശ്രവണൻ ലങ്കയിൽ താമസമാക്കി. ലങ്കയുടെ ഉൽപ്പത്തി വേറൊരു കഥയാണ്. ലങ്കോൽപ്പത്തി എന്ന് പറഞ്ഞ് മറ്റൊരു കഥയുണ്ട്. അത് ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് പറയാം. അത് വായുവും വാസുകിയും തമ്മിലുള്ള ഒരു ആരാണ് ബലവാൻ എന്നുള്ള ഒരു യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മത്സരത്തിൻ്റെ ഫലമാണ് ലങ്ക. അത് മറ്റൊരവസരത്തിൽ പറയാം. അങ്ങനെ അദ്ദേഹം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു ദിക്പാലകനായി, പുഷ്പക വിമാനം കിട്ടി, വലിയ പണക്കാരനായി. അവിടെ കഴിയുന്ന സമയത്ത് പാതാളത്തിൽ കഴിയുന്ന മാല്യവാനും സുമാലിയും തങ്ങളുടെ ദുർവിധി ഓർത്ത്, അതോടൊപ്പം തന്നെ തങ്ങൾ ഭരിച്ചിരുന്ന ലങ്ക വൈശ്രവണൻ ഭരിക്കുന്നത് കണ്ട് അസൂയപ്പെട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സുമാലിയുടെ മകളായിട്ടുള്ള കൈകസിയെ വിസ്രവസിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നതിൻ്റെ ഉദ്ദേശം കൈകസി വിസ്രവസിനെ പ്രലോഭിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി അദ്ദേഹത്തിൽ നിന്ന് വൈശ്രവണനെ പോലെ പ്രതാപിയായ മകനെ ലഭിക്കുക എന്നുള്ളതാണ് സുമാലിയുടെയും മാല്യവാൻ്റെയും ഉദ്ദേശം. അങ്ങനെ കൈകസി അദ്ദേഹത്തിനടുത്തെത്തി അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. അങ്ങനെ ആ വിവാഹത്തിൽ ഉണ്ടായ 4 മക്കളാണ് രാവണനും കുംഭകർണനും വിഭീഷണനും ശൂർപ്പണഖയും. ഒരു കഥ പറയുന്നത് സന്ധ്യാസമയത്ത്, പ്രാർത്ഥിക്കേണ്ട സമയത്ത് ആണ് കൈകസി മുനിയുടെ അടുത്ത് ചെന്ന് തന്നോട് രമിക്കുവാൻ വേണ്ടി നിർബന്ധിച്ചതെന്നും അതുകൊണ്ടാണ് ആ സമയത്ത് ബീജാവാപം ചെയ്യപ്പെട്ട കുട്ടിയായതുകൊണ്ടാണ് രാവണൻ ഇങ്ങനെ ദുഷ്ടനായി മാറിയതെന്നും ഒക്കെ ചില ഉപകഥകളുണ്ട്. ഏതായാലും അങ്ങനെ രാവണൻ ജനിച്ചു. എന്നാൽ മധുവനത്തിൽ ഈ 3-4 കുട്ടികളുമായിട്ട് കൈകസി താമസിക്കുന്നു. വിസ്രവസ് തിരിച്ച് പോവുകയും ചെയ്തു. മക്കളെ അനുഗ്രഹിച്ച ശേഷം വിസ്രവസ് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് കൈകസിയുടെ മടിയിൽ ഒരു ദിവസം രാവണൻ കിടന്നുറങ്ങുകയായിരുന്നു. കുട്ടിയായ രാവണൻ കിടന്നുറങ്ങുകയാണ്. ഈ സമയം ലങ്കയിൽ നിന്ന് പുഷ്പക വിമാനത്തിലേറി അച്ഛനായ വിസ്രവസിനെ കാണാൻ വേണ്ടി പോകുന്ന
വൈശ്രവണനെ കൈകസി കാണുന്നു. തൻ്റെ മക്കളുടെ അച്ഛൻ്റെ മറ്റൊരു മകൻ സർവപ്രതാപിയായി പുഷ്പകവിമാനത്തിലേറി പോകുന്നത് കണ്ടിട്ട് തൻ്റെ മക്കളുടെ, ഈ കാട്ടിൽ കഴിയുന്ന തൻ്റെ മക്കളുടെ ഗതിയും ഓർത്ത് കൈകസി കരയുന്നു. ഇവൻ എത്ര യോഗ്യൻ, എൻ്റെ മക്കളോ പട്ടിണിയും പരിവട്ടവുമായി കാട്ടിലിങ്ങനെ കഴിയുന്നു. രാക്ഷസരാജ്യം തിരിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി എൻ്റെ പിതാമഹന്മാരെന്നെ ഇങ്ങോട്ട് അയച്ചു. ഞാനിതാ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ആരാണോ ലങ്കയിൽ രാജാവായിരിക്കുന്ന വൈശ്രവണൻ, അവൻ സർവപ്രതാപത്തോടും കൂടി ഇതാ പോകുന്നു. അങ്ങനെ ആലോചിച്ച് കരയുന്ന കൈകസിയുടെ കണ്ണുനീര് മടിയിൽ കിടന്നുറങ്ങുന്ന രാവണൻ്റെ ദേഹത്ത് വീണു. അമ്മയുടെ കണ്ണുനീരിൻ്റെ ചൂടേറ്റ് എഴുന്നേൽക്കുന്ന രാവണൻ, അമ്മ എന്തിനാണ് കരയുന്നത്, അമ്മയ്ക്ക് എന്താണ് വിഷമം എന്ന് കൈകസിയോട് ചോദിക്കുന്നു. നിൻ്റെ അച്ഛൻ്റെ മറ്റൊരു മകനായ വൈശ്രവണൻ ഇതാ ഇതുവഴി പുഷ്പകവിമാനത്തിൽ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി കടന്നുപോയി. അവൻ്റെ അവസ്ഥയും നിങ്ങളുടെ അവസ്ഥയും കണ്ടിട്ടാണ് എനിക്ക് വിഷമമുണ്ടായത് എന്ന് കൈകസി പറയുന്നു. അമ്മ വിഷമിക്കണ്ട, അവനെ പിടിച്ചു കെട്ടി അമ്മയുടെ കാൽക്കൽ കൊണ്ടുവന്നിടാം. അവൻ്റെ സർവപ്രതാപങ്ങളും ഞാൻ പിടിച്ചെടുക്കും. അതിനുശേഷമേ ഞാൻ ഇനി അമ്മയുടെ മുന്നിൽ വരൂ. ഞാൻ തപസ്സിനായി പോകുന്നു എന്ന് പറഞ്ഞ് അമ്മയുടെ അനുഗ്രഹം മേടിച്ച് രാവണൻ തപസ്സിനായി പോകുന്നു. പോകുന്ന വഴിയിൽ തൻ്റെ സഹോദരന്മാരായ കുംഭകർണനെയും വിഭീഷണനെയും കൂടി രാവണനൊപ്പം കൂട്ടും. ഗോകർണത്ത് പോയി തപസ്സിരുന്ന് അനേകായിരം വർഷങ്ങൾ ബ്രഹ്മാവിനെ തപസ് ചെയ്യുന്നു. ഉത്തരരാമായണം അനുസരിച്ചും രാവണോത്ഭവം കഥകളി അനുസരിച്ചും ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്യുന്നത്. എന്നാൽ പ്രബന്ധങ്ങളിലെല്ലാം തന്നെ ശ്രീപരമേശ്വരനെ തപസ് ചെയ്യുന്നുവെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടിയാട്ടവും കഥകളിയും കാണുന്നവർ രാവണൻ ആരെയാണ് തപസ് ചെയ്തത് എന്നുള്ളത് കൂടിയാട്ടത്തിൽ ശിവനെയും കഥകളിയിൽ ബ്രഹ്മാവിനെയും തപസ് ചെയ്തു എന്നാണ് കാണിക്കുക. മുദ്ര അവതരിപ്പിക്കുന്ന ആൾക്ക് തെറ്റിപ്പോകുന്നതല്ല, രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. അത് പത്മപുരാണത്തിൽ ഉമാമഹേശ്വര സംവാദത്തിൽ അവിടെയും താൻ രാവണനും വിഭീഷണനും കുംഭകർണനുമൊക്കെ വരം കൊടുത്തതിനെക്കുറിച്ച് ശ്രീപാർവതിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ശിവൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പത്മപുരാണത്തിൻ്റെ ഉത്തരഭാഗത്തിലും രാക്ഷസോൽപത്തി പ്രബന്ധത്തിലും ഭാഷാരാമായണം ചമ്പുവിലും എല്ലാം തന്നെ ശിവനെ തപസ് ചെയ്തു എന്നാണ്. പക്ഷെ കഥകളിയിൽ ബ്രഹ്മാവിനെ തപസ് ചെയ്തു എന്നാണ്. അപ്പോൾ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അത് ഘോരമായ തപസ്സാണ്. 4 വശവും തീ കൂട്ടി മുകളിൽ സൂര്യനെ അവിടെ 5ാമത്തെ പഞ്ചാഗ്നി 4 വശത്തും തീ കൂട്ടുകയും മുകളിൽ സൂര്യനെ നിർത്തി അങ്ങനെ 5 അഗ്നികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് തപസ് ചെയ്യുന്നത്. അനേകായിരം വർഷങ്ങൾ തപസ് ചെയ്തു, ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല. ഒടുവിൽ രാവണൻ തൻ്റെ ഓരോ തല വെട്ടി തീക്കുണ്ടത്തിലിട്ട് ഹോമിച്ച് തപസ് ചെയ്തു. ഓരോ തലയും വെട്ടിയിട്ട് പിന്നീട് 1000 വർഷം അത് കഴിഞ്ഞിട്ടും പ്രത്യക്ഷപ്പെടുന്നില്ല. അടുത്ത തല വെട്ടിയിട്ട് 1000 വർഷം തപസ് പ്രത്യക്ഷപ്പെട്ടില്ല. അങ്ങനെ തൻ്റെ 9 തലകളും വെട്ടി രാവണൻ ഹോമിച്ചു, ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല. ഒടുവിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും, ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ലല്ലോ, ഇനി തിരിച്ചു പോയാലോ എന്ന് രാവണൻ ആലോചിക്കുന്നു.
അങ്ങനെ തിരിച്ചു പോകുവാൻ വേണ്ടി മുതിരുന്ന രാവണൻ പെട്ടെന്ന് തന്നെ താൻ മരിച്ചാലും വേണ്ടില്ല, ഈ തോറ്റ് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വന്ന് തൻ്റെ 10ാമത്തെ തലയും വെട്ടാൻ തുടങ്ങുമ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് കയ്യിൽ പിടിച്ച്, അരുത്, നിൻ്റെ തപസ്സിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു, നീ വരങ്ങൾ ചോദിച്ചുകൊള്ളൂ എന്ന് പറയുന്നു. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ 10 തലകളും തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം ചോദിച്ച വരങ്ങൾ സർവ്വ ഐശ്വര്യങ്ങൾക്കും ലോകം മുഴുവൻ ജയിക്കുവാനും മനുഷ്യരാലല്ലാതെ വധിക്കപ്പെടരുത് എന്നുള്ളതും. അങ്ങനെയുള്ള രാവണൻ കരുതിയത് മനുഷ്യൻ എന്തായാലും തന്നെ വധിക്കാൻ കഴിയില്ല, അപ്പം മനുഷ്യനാലല്ലാതെ വധിക്കപ്പെടരുത് എന്ന് വരം കിട്ടിയാൽ താൻ ഒരിക്കലും മരിക്കില്ല എന്ന് വിചാരിച്ച് ആ വരവും മേടിച്ച് രാവണൻ ലോകേത്താശ വരപ്രതാപ ബലവാനായിട്ട് തിരികെ പോകുന്നു. അതിനുശേഷം അദ്ദേഹം ഈ വരങ്ങളെല്ലാം കിട്ടിയതറിഞ്ഞ് സുമാലിയും മാല്യവാനും പ്രഹസ്തനും തുടങ്ങി അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരും മാതുലന്മാരുമെല്ലാം തിരികെ വന്ന് അവരെല്ലാം ചേർന്ന് ലങ്കയുടെ അധിപനായിട്ടുള്ള വൈശ്രവണനെ ആക്രമിച്ച് വൈശ്രവണൻ പുഷ്പവിമാനവും രാവണന് നൽകി ലങ്കയിൽ നിന്ന് ഓടിപ്പോയി. പിന്നീട് അളകാപുരിയിൽ പുതിയൊരു നഗരം പണിഞ്ഞ്, കൈലാസത്തിനടുത്ത അളകാപുരിയിൽ പുതിയൊരു നഗരം പണിഞ്ഞ്, അതും വേറൊരു കഥയാണ്. ശ്രീ പരമേശ്വരനാണ് ആ നഗരം പണിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്, അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ആ ഇതാണ് മറ്റ് 2 ആട്ടക്കഥകളിലും കൂടി ആ നഗരത്തെക്കുറിച്ചിട്ടുള്ള റെഫറൻസ് ഉണ്ട്. ആ വൈശ്രവണൻ്റെ അല്ലെങ്കിൽ കുബേരൻ്റെ അളകാപുരിയിലെ ഉദ്യാനത്തിലെ തടാകത്തിലാണ് കല്യാണ സൗഗന്ധിക പുഷ്പങ്ങൾ ഉള്ളത്. അവിടെ നിന്നാണ് യക്ഷന്മാരെ തോൽപ്പിച്ച്, കുബേരൻ യക്ഷന്മാരുടെ രാജാവ് നായകൻ കൂടിയാണ്, അവിടെ യക്ഷന്മാരെ തോൽപ്പിച്ച്, അവിടെ യക്ഷന്മാരുടെ രാജാവ് എങ്ങനെയായി എന്നുള്ളത് വേറൊരു കഥയാണ്. അങ്ങനെ കഥകളിങ്ങനെ ഈ എന്താ പറയുക, പടക്കത്തിൽ നിന്നിങ്ങനെ ഇത് പൊട്ടിത്തെറിച്ച് പോകുന്നത് പോലെ ഒരുപാട് കഥകളുണ്ട് ഇതിൽ. എല്ലാം പറയാനുള്ള സമയമില്ല. ഏതായാലും അങ്ങനെ പോയിട്ട് അതുപോലെ തന്നെയാണ് നളേരൻ 2-ാം ദിവസത്തിൽ പറയുന്നത് ഗ്രാമ്യം നന്ദനവനമരമ്യം ചൈത്രരഥവും എന്ന് പറയുന്നത്. ഈ ചൈത്രരഥം എന്ന് പറയുന്നത് അളകാപുരിയിലെ ഇദ്ദേഹത്തിൻ്റെ ഉദ്യാനമാണ്. ഏതായാലും അങ്ങനെ രാവണൻ വീണ്ടും 2-ാം രാക്ഷസ സാമ്രാജ്യം ലങ്കയിൽ സ്ഥാപിച്ച് അവിടെ സർവപ്രതാപനായി കഴിയുന്നു. ആ സമയത്ത് മയൻ്റെ മകളായ മണ്ഡോദരി വിവാഹം കഴിക്കുന്നു. ആ സമയം അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ശൂർപ്പണഖ വന്നിട്ട് താൻ വിവാഹപ്രായം എത്തി, തനിക്ക് വിവാഹം കഴിച്ചത് തന്നെ വിവാഹം കഴിച്ച് നൽകൂ എന്ന് രാവണനോട് പറയുകയും രാവണൻ വിദ്യുജ്ജിഹൻ, അദ്ദേഹം കാലകേയന്മാരുടെ പാതാളത്തിൽ കഴിയുന്ന രാക്ഷസന്മാരായ കാലകേയന്മാരിൽ ഒരാളാണ്, അദ്ദേഹത്തിനെ വരുത്തി പെങ്ങളെ സഹോദരിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഇതാണ് ഈ രാക്ഷസോൽപത്തിയുടെ പ്രധാന കഥ. ഇതിൽ നാരദൻ മാല്യവാന്മാരെ കാണുന്നത് മുതലുള്ള ശൂർപ്പണഖയുടെ വിവാഹം വരെയുള്ള ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രാവണോത്ഭവം എന്ന ആട്ടക്കഥ രചിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് 16ഓളം രംഗങ്ങളുള്ള ഈ ആട്ടക്കഥയിലെ ഒരൊറ്റ രംഗമാണ് ഇന്ന് നടപ്പിലുള്ളത്. അത് തന്നെ വെറും 3 പദങ്ങൾ മാത്രം. ബാക്കി ഒരുപാട് കാര്യങ്ങൾ ആട്ടത്തിൽ കൂടിയാണ് കാണിക്കുന്നത്. വളരെ നീണ്ടുപോയി ഈ ഒരു വീഡിയോ, എങ്കിലും അത് ഇടയ്ക്ക് വെച്ച് മുറിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇതാണതിൻ്റെ മൂലകഥ. അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്ന ഭാഗത്തെക്കുറിച്ചിട്ടുള്ള വിവരണം നൽകാം. നന്ദി.